അപകടം സംഭവിക്കൂ. വളരെ അഗാധമായ ഗർത്തം, വലിയ കുഴിയാണ്. എൻ്റെ ആത്മാവിനെ തൊട്ടറിയാൻ വേണ്ടി ഹായ് പ്രിയപ്പെട്ടവരെ, ആഷ്ല ഗ്യാങ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 5:30 നാട്ടിൽ നിന്ന് പുറപ്പെട്ടാണ്. ഒരു ട്രക്കിംഗ് ആയിരുന്നു ലക്ഷ്യം, പക്ഷേ ആള് കുറവായതുകൊണ്ട് പിന്നെ ആര് മൂഡ് ഓഫ് ആയി പോയി. 4-5 ആൾക്കാരുണ്ട് നമ്മളെ ഗ്യാങ്ങിൽ. ആള് ഇന്ന് നമ്മൾ രണ്ടാൾ മാത്രമേ, ഒരാൾക്ക് ഓരോരോ തിരക്കുകൾ കാരണം തന്നെ. അതുകൊണ്ട് നമ്മൾ രാവിലെ വീട്ടിലേക്ക് പോയി, അഴീക്കൽ ഫെറിയിലേക്ക് പോയി. മത്സ്യം വാങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് അഴീക്കൽ ഫെറിയിലേക്ക് വന്നത്. അതെ, പക്ഷെ അവിടെ എത്തിയാകുമ്പോൾ കച്ചവടവും മത്സ്യം വിൽപ്പനയെല്ലാം ഏകദേശം 10 മണിയാകുമ്പോൾ തുടങ്ങുമല്ലോ എന്ന് പറയുന്നത്. അതന്നെ. അപ്പോൾ നമ്മൾ കുറച്ച് ചൂണ്ടയിടുന്നതെല്ലാം കണ്ട്, ചൂണ്ടയും പിന്നെ മറ്റേ വലയിടുന്നതെല്ലാം കരക്കുന്ന കുറച്ച് കണ്ട് അവരെ വഴി സംസാരിച്ചു. പിന്നെ അന്നേരം തന്നെ ഒരു ബോട്ട് മുഴപ്പിലങ്ങാടേക്ക് പോകുന്നുണ്ടായിരുന്നു. അതിൽ പോകേണ്ട പരിപാടി ഉണ്ട്. അതിൽ പോകേണ്ട പരിപാടി ഉണ്ട്. നമ്മൾ അവരായിട്ട് പരിചയപ്പെടും. നോക്കാൻ വെച്ചാൽ വണ്ടി കണ്ണൂർ വെച്ച് അങ്ങോട്ടേക്ക് പോയി തിരിച്ച് പിന്നെയും വണ്ടി എടുക്കാൻ കണ്ണൂർ വരണ്ടേ എന്നുള്ള രീതിയിലാണ്ട് അതങ്ങ് മതിയാക്കി. അങ്ങനെ നമ്മളെ കുറച്ച് ചങ്ങായിമാർ പരിചയപ്പെട്ട് മുഴപ്പിലങ്ങാടാന്ന് അവർ ബോട്ട് കച്ചവടാക്കിയിട്ട് കൊണ്ടുപോകാന്ന്. മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലാണ് ഇവരെ സ്ഥലം. സെമിറാർന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ടാറ്റാ. എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. വലിയൊരു ഒന്നിനെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയല്ലേ? ആദ്യമായിട്ട് ഒരു പ്രാവശ്യം മാത്രമേ വലയിലൊരു വലിയ മത്സ്യം കുടുങ്ങിയിട്ടു. പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ മീനുകളാണ് ഉണ്ടായത്. ഇതിനെ അവർ ഉപയോഗിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതെടുത്ത് ഞാൻ കടലിലേക്ക് തന്നെ ഇട്ട്. മീൻകുന്ന് ബീച്ചിൽ വന്നു. അപ്പോൾ ആൾക്കാർ കുറവാണ്. നമ്മളൊരു 8 മണി ടൈമിന് ഇവിടെ എത്തിണ്ടാവുമായിരിക്കും. രണ്ട് കുട്ടികൾ ഫോട്ടോ വീഡിയോയിൽ എടുക്കുന്നത്. നല്ല സ്ഥലമാണ്. ഫോട്ടോസും വീഡിയോസിലും എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല സ്ഥലമാണ്. പിന്നെ രാവിലെ ആദ്യമായിട്ടാണ് ഞാൻ ബീച്ചിൽ വരുന്നത്. അത് പുതിയൊരു എക്സ്പീരിയൻസ്. അത് ശരി. ഈ ഒരു 8 മണി ടൈമിൽ ആദ്യമായിട്ടാണ് ബീച്ചിൽ ഞാനും വരുന്നതെന്നൊക്കെ തോന്നുന്നു. അതെ, ഓർമ്മയില്ല.
അതിൻ്റെതായ ഒരു ഫ്രഷ്നെസ്സും ഉണ്ട്. നല്ല സൈക്കിൾ കയറിയോണ്ട് ഫ്രഷ്നെസ് അങ്ങ് പോയിരുന്നു. രാവിലെ തന്നെ നല്ല ശുദ്ധവായുവെല്ലാം കിട്ടണം എന്ന് വെച്ചിട്ട് വായു കിട്ടുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ രാവിലെ ഇറങ്ങുന്നത്. കയറി ഇറങ്ങാൻ വേണ്ടി പോകുന്നത് തന്നെ. പക്ഷേ സൈക്കിൾ പോയപ്പോൾ നല്ല ശുദ്ധവായുവാണ് കിട്ടിയത്. നല്ല മീനിൻ്റെ എല്ലാം മണലായോണ്ട് സ്മെല്ല് അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ഈ ബീച്ചിൽ വന്നിട്ട് അത് ഒന്ന് പോയി കിട്ടി. ബീച്ചിൽ വന്നാൽ നല്ലൊരു കിട്ടിയിട്ടുണ്ട്. ഒരു ടീം വന്നിട്ട് ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ടായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ട് നിറഞ്ഞ അടുത്തുകൂടി ഞാൻ വരുന്നത്. ഒന്നങ്ങോടോ ഇന്നിങ്ങോടോ പോയാൽ പപ്പു പറഞ്ഞ പോലെ അപകടം സംഭവിക്കൂ. അത് അഗാധമായ ഗർത്തം, വലിയ കുഴിയാണ്. സമീർ അതിവിദഗ്ധമായിട്ട് എടുത്ത് കൊണ്ടിരുന്നുണ്ട് വണ്ടി. ചെറിയൊരു കുന്ന് കയറിയാൽ കിട്ടുന്ന സ്ഥലമായിരുന്നു. അതെ, മീൻകുന്ന് ബീച്ചിൽ ചെറിയൊരു കുന്ന് കയറിയാൽ കിട്ടുന്ന സ്ഥലമാണ്. പക്ഷേ ഒരുപാട് ചുറ്റി വളഞ്ഞു രണ്ട് 2 കിലോമീറ്റർ അല്ലേ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ ഇപ്പൊ നല്ല റോഡാട്ടാ. ആ വന്ന പോലെയല്ല, ഇത് കുറച്ച് നല്ല റോഡല്ലേ. ഇത് ബൈക്ക് ഓടുന്നതാണ് തോന്നുന്നു. ആ വന്നത് വെച്ചാൽ കുറച്ച് ഒരു വണ്ടി വരേണ്ട സ്ഥലം കഴിഞ്ഞ് പിന്നെ ഒരടിയേ ഉള്ളൂ സ്ഥലം പുറത്തേക്ക് ബാക്കി. പിന്നെ അത് പോയിട്ടുണ്ടെങ്കിൽ കടലിലേക്ക്. ഈ സ്തൂപം നോക്കിയിട്ടാണ് നമ്മൾ അങ്ങനെ ഇങ്ങോട്ടും വന്നത്. ഈ റോഡ് ആണ് വരേണ്ടത്, വന്നത് മാറിപ്പോയി. ഈ റോഡിലൂടെയാണ് വരേണ്ടത്, നമ്മൾ തെറ്റിപ്പോയി. അങ്ങനെ നമ്മൾ ഈ സ്തൂപത്തിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അവൻ്റെ ആത്മാവിനെ തൊട്ടറിയാൻ വേണ്ടി പോകുന്നുണ്ട്. എവിടെയായിട്ടായാലും നമ്മൾ ടീമായിട്ട് ട്രക്കിങ്ങിന് എന്നുള്ള രീതി തന്നെയാണ് പോവുക. ആരും കൊണ്ടെങ്കിൽ വന്നു നമ്മളിപ്പം ജോയിൻ ചെയ്തു. നമ്മളെപ്പോലെ ഇങ്ങനെ കറങ്ങാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ടോ. മഞ്ഞപ്പുല്ല് ട്രക്കിംഗ്, നമ്മൾ കുഞ്ഞു കുഞ്ഞു ട്രക്കിങ്ങിൻ്റെ ആൾക്കാരാണ്. കണ്ണൂർ ജില്ല മൊത്തം കവർ ചെയ്യുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഒന്നാന്ന് വിചാരിച്ചാൽ നമ്മൾ ഞായറാഴ്ച വരെ പണിയെടുത്ത് ശനിയാഴ്ച വരെ പണിയെടുത്ത് ഞായറാഴ്ച മാത്രമേ ലീവുള്ളൂ പിള്ളേരെ. അതുകൊണ്ട് ഞായറാഴ്ച മാത്രമേ നമ്മൾ കറങ്ങാൻ പോകുന്നത്. എല്ലാവർക്കും ഞായറാഴ്ച ടൈം ഉണ്ടാവുമല്ലോ. പക്ഷേങ്കിൽ ഈ ഞായറാഴ്ച എന്തല്ലോ തിരക്കിലായി പോയി ഒരാൾക്കും. അടുത്ത ഞായറാഴ്ച ഒരു ഫുൾ ഡേ ട്രക്കിംഗ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനാ. അപ്പോൾ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.